ശോഭ, ചെമ്പേരി ലൂർദ് മാത ബസലിക്ക ഇടവകാംഗമാണ്. ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. ഭർത്താവ് കിളിയന്തറ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ്. മൂത്ത മകൻ ജൂഡ്വിൻ 1.5 വർഷം മുമ്പ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. രണ്ടാമത്തെ മകൻ ജൂഡിത്ത് 9ാം ക്ലാസ്സിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഇളയ മകൾ ജുവാന 5ാം ക്ലാസ്സിൽ നിർമ്മല UP സ്കൂളിൽ പഠിക്കുന്നു. മാതാവ് പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ജൂഡ്വിൻ്റെ മരണശേഷവും ദൈവത്തിൽ നിന്ന് ഒട്ടും അകലാൻ ഞങ്ങളെ ദൈവം അനുവദിച്ചില്ല. പകരം പൂർവാധിക ശക്തിയോടെ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനാണ് ഞങ്ങൾക്ക് അതുവഴി സാധിച്ചത്. ജൂഡ്വിൻ്റെ മരണത്തിന് ശേഷവും ഞങ്ങളുടെ വീടും കുടുംബവും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുകയാണ് ഉണ്ടായത്. ദൈവം ഞങ്ങളെ നിരവധിയായ അനുഗ്രഹങ്ങൾ വഴി വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തോട് അടുപ്പിച്ച് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തു വരുന്നത്. എങ്ങനെ ഒരു മകനെ വളർത്താൻ സാധിക്കുമോ അതുപോലെ അവനെ വളർത്തി നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവനെ വളർത്തിയെങ്കിൽ അവൻ അതിൻ്റെ 10 ഇരട്ടി എങ്ങനെ ആയിത്തീരണമോ അങ്ങനെ ആയിത്തീർന്നു. പറയുന്നതിലും കൂടുതൽ അർത്ഥം അതിനെല്ലാം കണ്ട് അവൻ കൂടുതൽ ദൈവത്തിലേക്ക് അടുത്ത് പോകുന്നതായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവൻ്റെ അവസാന കാലങ്ങളിൽ അവനെക്കുറിച്ച് ഓർത്ത് ആകുലതകൾ അധികം ഉണ്ടായിരുന്നു. കാരണം അവന് ഈ ലോക ജീവിതത്തോട് ഒട്ടും തന്നെ ആഗ്രഹമുണ്ടായിരുന്നില്ല എന്ന് അവൻ്റെ സംസാരത്തിലൂടെ ഒരു മരണത്തിന് തൊട്ട് മുമ്പുള്ള 6 മാസങ്ങളിലായി ഞങ്ങളെ ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറയുമ്പോൾ അമ്മേ, ഇതിനപ്പുറം ഒരു ലോകമുണ്ട്, അവിടെ എന്ത് രസമാണെന്നറിയാമോ, ഈ ലോകമൊന്നും അല്ല, അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് ഞങ്ങളെ അവൻ വളർത്തുന്നുണ്ടായിരുന്നു. അവസാനം അവൻ്റെ മരണത്തിന് ശേഷമാണ് ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണെന്ന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയത്. മാതാവ് അവനിലൂടെ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു. ജീവിച്ചിരുന്ന കാലത്തും അവൻ്റെ സ്വർഗീയ യാത്രയ്ക്ക് ശേഷവും മാതാവും തിരുക്കുടുംബവുമാണ് ഞങ്ങളുടെ ജീവിതത്തിന് ബലം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവൻ സ്നേഹിച്ച മുഴുവൻ ആളുകൾക്കും അവൻ സന്തോഷം പകർന്നു കൊണ്ട് തന്നെയാണ് അവൻ പോയത്. അത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ദുഃഖിക്കാൻ ഒരു കണിക പോലും ബാക്കി വെക്കാതെയാണ് അവൻ്റെ ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അമ്മയുടെ അനുഗ്രഹം ചെറുപ്പം മുതലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം അനുഭവവേദ്യമായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന 1000 വട്ടം ചൊല്ലുന്ന ഒരു ശീലമുണ്ടായിരുന്നു. നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാണ് ചുമ്മാ ഇരിക്കുന്ന സമയം മുഴുവനും നീക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവമാതാവിൻ്റെ ഒരു ബലം ജീവിതത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പരീക്ഷകൾ എഴുതുമ്പോഴും പഠിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും ഒക്കെ നന്മ നിറഞ്ഞ മറിയം എന്ന ഒരു ജപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെയാണ് യാത്രകളും ജീവിതവും മുന്നോട്ട് പോയത്. എന്നാൽ മുതിർന്നപ്പോൾ അത് മാറി എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന
ഒരു ദിവസം മുഴുവനും മറ്റു പണികളൊന്നുമില്ലാത്തപ്പോഴിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതും അവസാന നിമിഷം നമ്മുടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ആ എത്രയും ദയുള്ള മാതാവെയാണ് ചൊല്ലി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ചെറുപ്പത്തിലെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നതാണ്, നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും, ഒരു കുറവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന്. അതൊരു 8-9 വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ശീലമാണ്. അപ്പോൾ മമ്മി പറഞ്ഞു തന്ന ആ ഒരു ശീലം ജീവിതത്തിൽ എപ്പോഴും ഇന്ന് വരെ തുടർന്നിട്ടുണ്ട്. അതിനുശേഷം പഠനമൊക്കെയായി പല സ്ഥലങ്ങളിലായി, ജീവിതത്തിൻ്റെ തിരക്കുകളിലെല്ലാമായി. മൂത്ത മോനുണ്ടായി. എനിക്ക് 7-ാം മാസത്തിലാണ് ജനിക്കുന്നത്. പക്ഷെ അന്ന് 7-ാം മാസത്തിൽ ജനിക്കുന്ന കുഞ്ഞിൻ്റെ പ്രത്യേകതകളൊന്നും അറിയില്ലായിരുന്നു. ദൈവത്തിലെല്ലാം അർപ്പിച്ച് മാതാവിൻ്റെ കൈകളിലെല്ലാം കൊടുത്ത് ജീവിക്കുന്ന ഒരു രീതിയിലൂടെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടായ വലിയ പ്രശ്നങ്ങളെ പോലും വലുതായിട്ട് കാണുവാൻ അന്ന് എനിക്ക് സാധിച്ചിരുന്നില്ല. 7-ാം മാസം മൂത്ത മോനുണ്ടായി. ഞാനന്ന് ചാണകുണ്ടിൽ യൂദാസ് ലീഹായുടെ പള്ളിയിൽ എല്ലാ വ്യാഴാഴ്ചയും പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അവിടുത്തെ യൂദാസ് ലീഹായ്ക്ക് കൊച്ചിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 7-ാം മാസത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സിസ്റ്റർ അംബിക FCC 3-4 ദിവസം എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ തന്നു. കാരണം മാസം തികയാതെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് അന്ന് അതിൻ്റെ പ്രത്യേകതകളൊന്നും മനസ്സിലായില്ല. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് ഒക്കെ മനസ്സിലാകുന്നത്. ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തെ എല്ലാം ഏൽപ്പിക്കുന്നത് മൂലം ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒട്ടും തന്നെ ക്ലേശകരമായ രീതിയിലായിരുന്നില്ല അഭിമുഖീകരിച്ചിരുന്നത്. എല്ലാം യൂദാസ് ലീഹ, മാതാവ്, ഈശോ എല്ലാം നടത്തി തരും. എല്ലാ മാനുഷിക ഇടപെടലുകൾക്ക് മുകളിലും ദൈവത്തിൻ്റെ ഒരു കൈയുണ്ട് എന്ന ഒരു വിശ്വാസത്തിലാണ് ജീവിച്ചതും മുന്നോട്ട് പോയതും. അങ്ങനെ 7-ാം മാസം പിറന്ന കൊച്ചിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ 3-ാമത്തെ ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. ഏപ്രിൽ 20-ാം തീയതിയാണ് അവന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുന്നത്. ഏപ്രിൽ 20-ാം തീയതി ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് മാതാവിൻ്റെ നൊവേനയുള്ള ദിവസമാണ്. പള്ളിയിൽ ഞാൻ മാതാവിൻ്റെ നേരെ മുമ്പിൽ നിന്നാണ് വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കുചേരുന്നത്. സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് തിരക്കിൽ എല്ലാ ദിവസവും ഓടും. ശനിയാഴ്ച ആയതുകൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി. മാതാവിൻ്റെ മുമ്പിൽ വന്ന് എല്ലാവരും തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനും മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു. എല്ലാവരും പോകാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ദൈവത്തോട് ഒരിക്കലും മാതാവിനോടും ഒരിക്കലും ഞാൻ എൻ്റെ കാര്യങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുകയല്ലായിരുന്നു, ഒന്നും ആവശ്യപ്പെടുകയല്ലായിരുന്നു. എല്ലാം സമർപ്പിക്കുന്ന രീതിയിലായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് കൃത്യമായിട്ട് കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയുണ്ട്. അതെല്ലാവരും പോയി, പള്ളി മുഴുവൻ കാലിയായി. എനിക്കൊന്നും മാതാവിനോടൊന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ ചുറ്റും നോക്കി. ഇപ്പം പള്ളി അടയ്ക്കാൻ വേണ്ടി വരുമല്ലോ, ഇതിന് എൻ്റെ പ്രാർത്ഥന ഒട്ട് കഴിയുന്നുമില്ല. എനിക്ക് ആ പ്രാർത്ഥനകളൊന്നും ചൊല്ലാൻ സാധിക്കുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എനിക്ക് വേറൊന്നും സംസാരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല. ഞാൻ അവിടെ കുറേ നേരം കൈകൂപ്പി പിടിച്ച് നിന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പാട്ട് മനസ്സിൽ വരികയാണ്. ഞാനതിങ്ങനെ ചെറുതായിട്ട് മൂളിപ്പാട്ട് പോലെ പാടുകയാണ്. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. പിറ്റേ ദിവസവും ഞങ്ങളുടെ കുരിശുപള്ളി പെരുന്നാളാണ്. അന്ന് പുലിക്കുരുമ്പ കുരിശുപള്ളിയിൽ, തൊട്ടടുത്ത പള്ളിയിലെ കുരിശുപള്ളിയിൽ പെരുന്നാളാണ്. കുരിശുപള്ളി പെരുന്നാൾ അത്യാവശ്യം
കേമമായി നടത്തുന്നതുകൊണ്ട് അന്ന് ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ വരുമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചേറെ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഇന്ന് ജോലിയൊന്നും ചെയ്യണ്ട, എനിക്കന്ന് നല്ല സുഖമില്ലാത്തൊരു സമയമായിരുന്നു, അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ കാലിൽ നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയൊന്നും ചെയ്യണ്ട, അമ്മയ്ക്ക് തിയോളജിയുടെ പരീക്ഷ ഉണ്ടല്ലോ, അമ്മ അത് പഠിച്ചോളാൻ പറഞ്ഞ് എന്നെ കൊണ്ട് പഠിക്കാനിരുത്തി ചായയൊക്കെ അവൻ തന്നെ എടുത്തു തന്നു. വീട്ടിലെ ജോലികളെല്ലാം അവൻ തന്നെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എൻ്റെ അടുത്ത് വന്നിരിക്കും, എന്നോട് സംസാരിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എന്നും പള്ളിയിലൊക്കെ പോകും, ശരിയാണ്, പക്ഷേ അമ്മ ഇങ്ങനെ പള്ളിയിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അമ്മയ്ക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഒന്നെങ്കിൽ അമ്മ കുറച്ചുകൂടി വിശ്വാസിയാവണം, അല്ലെങ്കിൽ അമ്മ പള്ളിയിൽ പോകാൻ നിർത്തിയേക്കാൻ പറഞ്ഞു. എന്നെ കുറേ ഇങ്ങനെ ഉപദേശിച്ചു. എന്താടാ മോനെ നീ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമ്മയുടെ കണ്ണിൻ്റെ അടിയെല്ലാം അപ്പടി കറുത്താണ് കിടക്കുന്നത്, അമ്മയ്ക്ക് ഭയങ്കര ആകുലതകളാണുള്ളത്, ആകുലത വിശ്വാസമുള്ളവർക്ക് ചേരുന്നതല്ല, അതുകൊണ്ട് അമ്മ ഒന്നെങ്കിൽ ആകുലത അകറ്റിയിട്ട് വേണം പള്ളിയിൽ പോകാൻ, അല്ലെങ്കിൽ അമ്മ പള്ളിയിൽ പോക്ക് നിർത്തിയേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മോനെ ഞാനല്ല നിന്നെ എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോകുന്ന വിശ്വാസമൊക്കെ ഉണ്ടാകാൻ വേണ്ടി, മിടുക്കനാകാൻ വേണ്ടിയും, ഇപ്പം ഞാനാണോ അമ്മ, നീയാണോ അമ്മ എന്ന് അവനോട് ഞാൻ ചോദിച്ചു. അപ്പം അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഇപ്പം പറയുന്ന അങ്ങോട്ട് കേൾക്കുക, അമ്മയുടെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ മാത്രം അമ്മ ഇനി പള്ളിയിൽ പോയാൽ മതി, അമ്മയുടെ ആകുലതകളെല്ലാം ഒഴിവാക്കണം, ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത് പറഞ്ഞ് അവനങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, നീ അല്ല ഞാനമ്മ, നീ മകനുമാന്ന് ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശ രൂപേണ അതെല്ലാം പറഞ്ഞ് ഒഴിവായി. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. അവനിങ്ങനെ എൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എപ്പോഴും നടക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അന്നേരവും വന്ന് അവന് വീണ്ടും പറയാണ്, അമ്മ ഇങ്ങനെ ആകുലപ്പെടുന്നത് എന്തിനാണ്, അമ്മ ശരിക്കൊരു വിശ്വാസിയാകുക, അമ്മയുടെ ഈ ആകുലത കൊണ്ട് കാര്യമൊന്നുമില്ല, ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല, അമ്മ ആകുലപ്പെടുന്നത് മുഴുവനും എന്നെക്കുറിച്ചാണെന്നോ എനിക്കറിയാം, അമ്മ എന്തിനാ അങ്ങനെ ആകുലപ്പെടുന്നത്, എന്നെ അമ്മ വളർത്തി മിടുക്കനാക്കി, ഇനി അമ്മ എൻ്റെ കാര്യം വിട്, ഇനി അമ്മ എന്നെ വളർത്തിയതുപോലെ അനിയനെയും അനിയത്തിയും വളർത്തണം, കുഞ്ഞിപ്പെണ്ണിനെയും പൊന്നാറിനെയും അമ്മ അങ്ങനെ വളർത്തണം. അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങോട്ട് പോവുക, അതൊക്കെ എന്തേലും ആട്ടെ എന്നവൻ എന്നോട് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അവൻ വൈകുന്നേരം കുരിശുപള്ളി പെരുന്നാളിന് പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് വായിക്കുകയാണ്. വായിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊണ്ട് തന്ന് എന്നോട് പറഞ്ഞു, അമ്മേ അമ്മ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട, അമ്മ സമാധാനമായിട്ടിരിക്കേ, ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കും, അതിന് നമ്മുടെ ആകുലതകൾ കൊണ്ടൊന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു, മതിയടാ നിൻ്റെ ഫിലോസഫി, ഞാനത് കേട്ടതാ കുറേ, ഞാനിപ്പോൾ ഇത് വായിക്കുക, ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി ഞാൻ പള്ളിയിൽ പോവുക, ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞു പോയി ഒരുങ്ങി എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് പള്ളിയിൽ പോകുന്ന ഡ്രസ്സിലാണ് നമ്മൾ കുരിശുപള്ളി പെരുന്നാളിന് പോകാൻ ഒരുങ്ങി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വഴക്ക് പറയുകയില്ല, വെള്ള ഡ്രസ്സിൽ വന്ന് പള്ളിയിൽ പോകുന്നത് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവനതെല്ലാം കാണിച്ചു തന്ന് അവിടെ നിന്നു. പോവാന്ന് പറഞ്ഞിട്ട് പിന്നെയും പോകാതെ അവിടെ 1-2 മിനിറ്റ് കൂടി അവൻ അവിടെ നിന്നു. അപ്പം ഞാനൊന്ന് നോക്കി, അവൻ എന്തോ പറയാനുള്ളത് പോലെ അവിടെ നിന്നു. ഞാൻ പറഞ്ഞു, മോൻ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വിട്ടു. അങ്ങനെ അവൻ പള്ളിയിലേക്ക് പോയി. പിന്നെ കേൾക്കുന്നത് 9:30 ആയപ്പോൾ അവനൊരു ആക്സിഡൻ്റ് ഉണ്ടായെന്നാണ്. അപ്പോഴും ഞാൻ ഒട്ടും തളർന്നില്ല, അവനൊന്നും പറ്റുമൊന്നുമില്ല, ആക്സിഡൻ്റ് ഉണ്ടായാലും. ഞാൻ പെട്ടെന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ ഒരു ബാഗിനകത്താക്കി എടുത്തു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞ് സാരമൊന്നുമില്ല, അവനൊന്നും പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വാഹനത്തിൻ്റെ പുറകെ ഞങ്ങളും പോയി. കയ്യിൽ കൊന്തയുണ്ടായിരുന്നു, കഴുത്ത കിടന്ന കൊന്ത ഊരി കൊന്തയെല്ലി ഞങ്ങൾ കണ്ണൂർ വരെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കാണിക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ AKG ഹോസ്പിറ്റലിലെ മുമ്പിൽ ഒരു സൈഡിലായിട്ട് മുട്ടുകുത്തി അവിടെ നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരം ചൊല്ലി, എത്ര സമയമെന്ന് എനിക്കറിയില്ല. ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്ന് എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ബാ ടീച്ചർ വാ, കൊച്ചിനെ കാണിക്കാം, പക്ഷേ ബഹളമൊന്നും ഉണ്ടാക്കരുത്, അവനെ ഇഞ്ചക്ഷൻ വെച്ച് കിടത്തിയിരിക്കുകയാണ്. ഞാൻ ചെന്നു, കൊച്ചിനെ കണ്ടു. ഞാനൊന്ന് മുഖത്ത് കൈവച്ച് നോക്കി, ഞാൻ അവിടെ കുഴഞ്ഞു വീണു.
ഉടനെ എല്ലാവരും കൂടി എന്നെ എടുത്ത് ഒരു കട്ടിലിൽ കിടത്തി. ഉടനെ 2 മക്കളും സൈഡിൽ 2 കൈയിലും വന്ന് പിടിച്ച് പറഞ്ഞു. മോൻ പറഞ്ഞു, അമ്മ അവൻ പോട്ടെ, അവൻ സ്വർഗത്തിലേക്കാണ് പോയത്. കൊച്ചു പറഞ്ഞു, കുഞ്ഞു വച്ചാണ്, അവന് 8 വയസ്സായതേ ഉള്ളൂ. അവൾ എന്നോട് പറയാണ്, അമ്മേ ചൂടിച്ചേട്ടായി പോട്ടെ, അമ്മ സമാധാനമായിട്ടിരിക്കെ. അബ്രഹാം ആടിനെയാണ് ബലി കൊടുത്തത്, അമ്മയുടെ ജൂഡ്കുട്ടനെ അല്ലേ കൊടുത്തേ എന്ന് അവൾ എന്നോട് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ജൂഡ് പറഞ്ഞാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, അമ്മയ്ക്ക് വിശ്വാസമൊക്കെ ഉണ്ടെന്ന് തോന്നും, അമ്മ പള്ളിയിലൊക്കെ പോകും, പക്ഷെ കാര്യമില്ല, അമ്മ ഒരു യഥാർത്ഥ വിശ്വാസിയാകണം. അപ്പം ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു മക്കളും അവൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളും അത് തന്നെയാണ് എന്നോട് പറയുന്നത്. അമ്മയുടെ ജീവിതമൊക്കെ കണ്ടാൽ തോന്നും അമ്മയ്ക്ക് ഒത്തിരി വിശ്വാസം ഉണ്ടെന്നൊന്നുമില്ല. അപ്പോൾ പിള്ളേർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത് നിന്ന് എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകർ പ്രിൻസിപ്പൾമാരും എല്ലാവരും ഉണ്ട്. അവരെന്നോട് പറഞ്ഞു, ശോഭ ബഹളം വെക്കരുത്, പിള്ളേരുണ്ട്, ഷൈജു ഉണ്ട്, ബഹളം വെക്കരുത്. ഉടനെ എൻ്റെ കയ്യിലിരുന്ന കൊന്തയിൽ ഞാൻ മുറുക്ക പിടിച്ചു. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ പതിവ് പ്രാർത്ഥന തുടർന്നു. എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. അവൻ ഇന്ന് സ്വർഗത്തിലേക്ക് പോയിട്ട് 1.5 വർഷമായി. ഇന്നും ഞാൻ അവൻ മരിച്ചതായിട്ട് വിചാരിക്കുന്നില്ല. അവൻ എവിടെയോ ഉണ്ട്. അമ്മേ മാതാവേ, അവനെ കാത്തോണേ എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ മാതാവിൻ്റെ കരങ്ങളിൽ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ എനിക്ക് മനസ്സിലായി, അവൻ്റെ ഏർപ്പാടിന് ശേഷമാണ് അവൻ്റെ വാക്കുകൾക്ക് നമ്മൾ അർത്ഥം കൽപ്പിച്ച് കൊടുത്തത്. അപ്പോഴും മനസ്സിലായി, പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുത്തിരുന്നു അവൻ. അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി സന്ദേശങ്ങൾ ഞങ്ങൾക്കുണ്ട്. +2 പഠിക്കുന്ന കൊച്ചായിരുന്നു. എല്ലാ ദിവസവും കൊന്ത മുടങ്ങാതെ ചെല്ലും. അത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല, അവനാണ് ആദ്യം പുസ്തകമൊക്കെ ബൈബിളും എടുത്ത് പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നത്. അതിനുശേഷം മുട്ട കുത്തി നിന്നേ അവൻ കൊന്ത ചെല്ലാറുണ്ടായിരുന്നുള്ളൂ. അത് എവിടുന്ന് കിട്ടിയെന്ന് ഞാനിപ്പോൾ ആലോചിക്കും. ഞാൻ ഒരിക്കലും അവനോട് മുട്ടയെ കുത്തി നിന്ന് കൊന്തയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് മുട്ടയെ കുത്തി നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ പറയും, അവനെ ഒരു 5 മിനിറ്റും കൂടെ നീ അവിടെ നിന്ന് ദൈവത്തോട് കാര്യങ്ങളൊക്കെ പറയാം. അമ്മ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ അന്നേരം തന്നെ എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് പോകും. അവിടെ ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ പള്ളി വായിക്കാനുള്ള ബൈബിള് വായിക്കും. അതിനുശേഷം 1 മണിക്കൂറോളം ഇരുന്ന് ഉറക്കെ അവൻ്റെ മുറിയിലിരുന്ന് ബൈബിള് വായിക്കും. അതായിരുന്നു അവൻ്റെ ശീലം. ഇന്നിപ്പോൾ അവൻ്റെ ജീവിതമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയുള്ളൊരു പാഠം. അവനെ സ്നേഹിക്കുന്ന, അവനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വിശ്വാസത്തിൻ്റെ ഒരു ആഴം പറഞ്ഞ് മനസ്സിലാക്കിയാണ് അവൻ കടന്നുപോയത്. നിന്റെ ദുഃഖം നിന്റെ സന്തോഷമായി മാറുമെന്ന് പറഞ്ഞ പോലെ അവൻ്റെ വേർപാട് വിശ്വാസത്തോടു കൂടി ചിന്തിക്കുമ്പോൾ, നിത്യതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു ഭാഗ്യമായി, സന്തോഷമായി മാത്രമേ ഇന്ന് കരുതാൻ സാധിക്കുന്നുള്ളൂ. ഈ പള്ളിയും ഈ അൾത്താരയുമായിരുന്നു മോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഇടം. 6ാം ക്ലാസ് മുതൽ എല്ലാ ദിവസവും കുർബാനയിൽ വന്ന് പങ്കുചേരുന്ന അവൻ്റെ സ്വഭാവം ആരംഭത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഞാൻ ശ്രമിച്ചുവെങ്കിൽ അവനെ അത് പരിപൂർണതയിൽ എത്തിച്ചിട്ടാണ് കടന്നുപോയത്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവനെ ജീവിത പ്രശ്നങ്ങളിൽ സഹായിക്കുവാൻ വേണ്ടിയാണ് അവനെ ഞാൻ ദൈവമുണ്ട്, ദൈവം ഒരു ബലമാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ എത്രമാത്രം ആഴത്തിൽ ശ്രമിച്ചുവോ അത്രമാത്രം അവനെ അത് എനിക്ക് തിരിച്ചു തന്നിട്ടാണ് പോയത്. അവൻ്റെ മാതാവിനോടുള്ള ഭക്തിയും കുർബാനയിലുള്ള ആ ഒരു സമർപ്പണവും ഒക്കെ ഇന്ന് ആണ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാനും മോനും എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് കുർബാന കൂടുമായിരുന്നെങ്കിൽ ഇന്ന് അവൻ കടന്നു പോയതിന് ശേഷം എല്ലാവരും എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന കൂടണം. ആരും പറഞ്ഞിട്ടല്ല. അവൻ്റെ ഒരു പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും അവൻ്റെ സഹോദരങ്ങളും ആയി ഞങ്ങൾ തീരണമെങ്കിൽ അവനോടുള്ള സ്നേഹം ഞങ്ങൾക്ക് എന്നും ജീവിതത്തിൽ പ്രകടമാക്കാനുള്ള ഒരു മാർഗമായി ഇന്ന് ഞങ്ങളുടെ ജീവിതം മാറി. ഒപ്പം തന്നെ ഒരു വിശ്വാസി എന്നത്
ഈ ലോക ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാധിച്ചെടുക്കുന്നതല്ല എന്നും അതിനപ്പുറം ഒരു ആത്മീയ ജീവിതമുണ്ടെന്നും ആശങ്കകളില്ലാത്ത ആകുലതകളില്ലാത്ത ഒരു ജീവിതമുണ്ട് എന്നും അവൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പരിശുദ്ധ അമ്മയോടൊത്തുള്ള നമ്മുടെ ജീവിതം, അമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം കൃപയുടെ നീർച്ചാലുകളായി മാറും എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഇന്ന് എൻ്റെ ജീവിതം. മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ വേദന എൻ്റെ മോൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മോൻ മരിക്കുന്നതിന് 6 മാസം മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു അധ്യാപികയുടെ മകൻ 23 വയസ്സിൽ മരണപ്പെട്ടു. വളരെ മിടുക്കനായിരുന്നു അവൻ. അവൻ്റെ പെട്ടെന്നുള്ള മരണം, വിയോഗ വാർത്ത ഞാൻ സ്കൂളിൽ വെച്ചാണ് അറിയുന്നത്. അധ്യാപികമാർ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് അതിനോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഒരമ്മയ്ക്കും ആ ഗതി വരുത്തരുതേ, ഇതിലും നല്ലത് ആ അമ്മ മരിക്കുന്നതായിരുന്നു. ഇനി ആ അമ്മ എങ്ങനെ ജീവിക്കും? 2023 നവംബർ മാസം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ 2024 ഏപ്രിൽ മാസം മാതാവ് എനിക്ക് ആ ദുഃഖവും തന്നു. അപ്പോൾ ദിവസവും പള്ളിയിൽ വരുമ്പോൾ ആ അമ്മനെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. അടുത്ത സുഹൃത്തായിരുന്നിട്ട് പോലും എൻ്റെ മോൻ മരിക്കുന്നിടം വരെ ഞാൻ അവരോട് സംസാരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ദുഃഖത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം നമുക്കത് ഊഹിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമായിരുന്നു. അതിനുശേഷം മോൻ്റെ കൂട്ടുകാരൻ മാർച്ച് മാസം 5-ാം തീയതി മോൻ മരിക്കുന്നതിന് 45 ദിവസം മുമ്പ് മോൻ്റെ കൂട്ടുകാരൻ മരിച്ചു. അന്ന് ഞാൻ പയ്യാവൂര് പള്ളിയിൽ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി നടക്കുന്ന സമയം മുഴുവൻ പ്രാർത്ഥിച്ചു. അമ്മേ, ഇനിയെങ്കിലും ഈ വേദന ആർക്കും കൊടുക്കരുത്. എൻ്റെ അമ്മ മാതാവേ, എങ്ങനെ ഈ അമ്മമാർ ഇതെല്ലാം സഹിക്കും? അതിന് ഭേദം അവരങ്ങ് പോകുന്നതല്ലേ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് അടക്കൊക്കെ കൂടി മോനപ്പോൾ എന്നോട് പറഞ്ഞത്, അമ്മേ, മരണത്തിൽ ആരും സങ്കടപ്പെടണ്ട. അതെങ്ങനെയാണെങ്കിലും ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മരിക്കേണ്ട സമയം കർത്താവ് തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ തിരിച്ചു പോകണം. പിന്നെ ഈ ജീവിതം ഒന്നുമല്ലമ്മ, ഇതിനപ്പുറം വലിയൊരു ജീവിതമുണ്ട്, നല്ല ജീവിതം, അവിടെ നല്ല രസമാണ് അമ്മേ. അതാണ് അവൻ ആ മരണത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഏപ്രിൽ മാസം 20-ാം തീയതി അവൻ എന്നെ വിട്ടു പോയപ്പോഴും എനിക്ക് ആ ദുഃഖം പിടികിട്ടിയില്ല. അവൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഞാനത് ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ച് അവൻ ഒരിക്കലും മരിക്കുകയില്ല. മരിച്ചാലും അവന് ഉയർത്തെഴുന്നേറ്റ് വരും, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഈ ആദ്യം മരിച്ച 2 കുട്ടികളുടെയും മരണം എന്നെ വല്ലാതെ ഉലച്ചിരുന്നു. അമ്മ മാതാവ് ചെറുപ്പത്തിലെ എന്നെ ശീലിപ്പിച്ച സഹനത്തിൻ്റെ ഒരു വഴി ഉണ്ടായിരുന്നു. ആ സഹനത്തിൻ്റെ പാതയിലൂടെ മാതാവിലുള്ള വിശ്വാസം വഴി നടന്ന് നീങ്ങിയതുകൊണ്ടാവാം എനിക്ക് ഈ ദുഃഖങ്ങളെ 2ആയിട്ട് മാതാവ് തന്നത്. മോൻ മരിച്ചപ്പോഴുള്ള ദുഃഖം എനിക്ക് അന്ന് കിട്ടിയില്ല. അത് അതിനു മുമ്പേ മാതാവ് മോൻ്റെ കൂട്ടുകാർ മരിച്ചപ്പോൾ എനിക്ക് തന്നു. മോൻ്റെ കൂട്ടുകാർ 2 അമ്മമാരും എൻ്റെ അടുത്ത് വന്ന് അത്ഭുതകരമായ ഒരു കാര്യം പങ്കുവെക്കുകയുണ്ടായി. ടീച്ചറെ, ഞങ്ങൾക്ക് 2 ആൾക്കും മക്കൾ മരിച്ചതിൽ ദുഃഖമില്ല, പകരം ടീച്ചർ എങ്ങനെ ഈ ദുഃഖം സഹിക്കുന്നു? എനിക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ, അത് മാതാവ് നമുക്ക് ഉടനടി ചെയ്തു തരും. ഇന്ന് ആദ്യം മോൻ മരിച്ച അമ്മ എന്നോട് പറഞ്ഞു, ശോഭയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിത് സഹിക്കാം. കാരണം എൻ്റെ മോന് 23 വയസ്സുണ്ടായിരുന്നു. അവൻ 2 ആഴ്ചയിൽ ഒരിക്കൽ എന്നെ വിളിക്കും, അത്രയും ഉണ്ടായിരുന്നുള്ളൂ അവനുമായിട്ടുള്ള കോണ്ടാക്റ്റ്. ശോഭ അങ്ങനെയല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനെയും കൊണ്ട് പള്ളി വരുന്നു, പോകുന്നു. അവനെ പിരിഞ്ഞൊരു നിമിഷമില്ലായിരുന്നു. അവൻ ശോഭയിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു.
എപ്പോഴും 24 മണിക്കൂറും എന്ന പോലെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞ് അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എനിക്ക് ആലോചിക്കാനാവും. പക്ഷേ എൻ്റെ വേദന എനിക്ക് സഹിക്കാം, ശോഭയുടെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം അവിടെ ഉറപ്പായിരുന്നു, ആ അമ്മയുടെ വേദന എൻ്റെ വേദനയുടെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടാൻ ഞാൻ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. മാതാവ് എല്ലാവർക്കും ആശ്വാസത്തിനുള്ള വക കരുതി വച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വലിയ വലിയ സഹനങ്ങൾ തരുമ്പോഴും നമുക്ക് ആശ്വസിക്കാൻ ഒരു വാക്ക് അവിടെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ വിശ്വാസവും മാതാവിനോടുള്ള ഭക്തിയും ഒക്കെ നമുക്ക് തന്നെ ഒരു സഹനങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒരു ഉപകരണമായി തീരുമെന്ന് കാണിച്ചു തന്നതാണ് നമ്മുടെ ചുരുങ്ങിയ കാലത്തെ ജീവിതാനുഭവങ്ങൾ. ജൂഡുമോൻ മരിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് മൊബൈലിൽ ഒരു മെസ്സേജ് ഇട്ടു. അവൻ മരിച്ച 5-ൻ്റെ അന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ ഫോട്ടോയൊന്നും കാണാനില്ല. അവനന്ന് അവസാനമായി എടുത്ത ഫോട്ടോ കാണാനായിരുന്നു ഞാൻ ഫോൺ എടുത്ത് നോക്കിയത്. അപ്പോൾ ഫോട്ടോയൊന്നുമില്ല, പകരം അവന് വാൾപേപ്പറിൽ ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, വറി അബൌട്ട് നത്തിങ്, പ്രേ അബൌട്ട് എവരിത്തിങ്. ഫിലിപ്പീൻസ് 4:6. അതായിരുന്നു അവൻ അവസാനത്തെ ദിവസം പറഞ്ഞ വാക്കുകളുടെ ഒക്കെയും പൊരുൾ. അവസാനം അത് കുറിച്ചിട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി കടന്നുപോയി. മാതാവ് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. മാതാവിനോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ആ ഭക്തി, ആ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനകരമായി തീരുമ്പോൾ, അവരെ കൂടി പ്രചോദിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ഫലം നമുക്കും മറ്റുള്ളവരിലേക്കും ചൊരിയുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെല്ലാം ദുഃഖങ്ങളും സുഖങ്ങളും കഷ്ടതകളും ക്ലേശങ്ങളും എല്ലാം നിറഞ്ഞതാണ്. എല്ലാത്തിനെയും ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുവാൻ കഴിയുകയില്ല. കാരണം ഈ ലോകത്തിലെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ എപ്രകാരം ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവസന്ദേശം തന്നെ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വിശ്വാസത്തിലൂടെ പ്രതിസന്ധികളെ, ക്ലേശങ്ങളെ സന്തോഷകരമായി അഭിമുഖീകരിച്ചുകൊണ്ട് മാതാവിലും ഈശോയിലും വിശ്വസിച്ചുകൊണ്ട് ജപമാല എന്ന മന്ത്രത്തിലൂടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറ്റവും സന്തോഷ അനുഭവങ്ങളാക്കി മാറ്റി ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം കൈവരണമെങ്കിൽ ജീവിതത്തിൽ ക്ലേശിച്ചിരിക്കാതെ, ദുഃഖിച്ചിരിക്കാതെ അനുദിന ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വഴി ദൈവമാതാവ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള ഉപകരണം ദൈവത്തോട് നമ്മെ ചേർത്ത് വെക്കുന്ന ചരടാണ് ഈ ജപമാല.